കഴിഞ്ഞ ദിവസം IMDb പുറത്തുവിട്ട ടോപ്പ് 10 ആൻറ്റിസിപ്പേറ്ററി ഇന്ത്യൻ മൂവീസിൻ്റെ ലിസ്റ്റിൽ ഒരു മലയാള സിനിമയുണ്ട്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എമ്പുരാൻ തന്നെ. അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ഹൈപ്പിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമ, അതായത് ബഡ്ജറ്റിൻ്റെ കേസിലാണെങ്കിൽ സ്കെയിലിൻ്റെ കേസിലാണെങ്കിലും എല്ലാത്തിൻ്റെ കേസിലാണെങ്കിലും ഏറ്റവും വലിയ സിനിമ സാക്ഷാൽ മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന എമ്പുരാൻ. ആ എമ്പുരാൻ സിനിമയുടെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റൊന്നും തന്നെയല്ല, സിനിമയുടെ ടീസറാണ്. മലയാള സിനിമ അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ബഡ്ജറ്റിലും ക്യാൻവാസിലും ഒരുങ്ങുന്ന സിനിമയാണ് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. ആ സിനിമ എത്രത്തോളം വലുതാണ് എന്ന് പ്രേക്ഷകരെ കറക്റ്റായിട്ട് കിട്ടാൻ ടീസർ ഇറങ്ങുന്നുണ്ട്. 2 മിനിറ്റ് 21 സെക്കൻഡാണ് ടീസറിൻ്റെ ദൈർഘ്യം. ഡോൺ മാക്സ് ആണ് എഡിറ്റ് ചെയ്യുന്നത് ടീസർ. അപ്പോൾ എന്തായാലും ഈ സിനിമ എത്രത്തോളം വലുതാണ്, അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമകളുടെ അല്ലെങ്കിൽ ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ സിനിമകളുടെ ഒരു കൂട്ടത്തിലൊക്കെ എത്താൻ പറ്റുന്ന ഒരു ലെവലുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ടീച്ചറിലൂടെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്കറിയാം പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു ലൂസിഫർ. അത് എത്രത്തോളം മികച്ച സിനിമയാണ്, അതിൻ്റെ എത്രത്തോളം മികച്ചൊരു കൊമേഴ്ഷ്യൽ സ്ക്രിപ്റ്റാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും എമ്പുരാൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു സംശയമില്ല. ആരാധകർക്ക് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ താരവും പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന അത്രയും ക്രാഫ്റ്റുള്ള ഡയറക്ടറും കൂടി ഒന്നിക്കുന്ന ആ സിനിമയുടെ ഒരു മേജർ അപ്ഡേറ്റ് ഈ മാസം നമുക്ക് കിട്ടുകയാണ്. അതേസമയം മറ്റൊരു നിരാശാജനകമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അടുത്താഴ്ച റിലീസ് തീയതി പ്രഖ്യാപിച്ച മോഹൻലാലിൻ്റെ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ യാതൊരുവിധ അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. അവർ ആ സിനിമയെ പറ്റി മറന്നു എന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട്. ആരാധകരുടെ ഭയങ്കര രോഷാകുലമായിട്ടുള്ള ചില കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ സിനിമയെ പറ്റി പ്രത്യേകിച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സിനിമ മാർച്ച് 27 റിലീസിന് തയ്യാറെടുക്കുന്ന ഈ സിനിമയുടെ ഒരു മേജർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഞായറാഴ്ച എമ്പുരാൻ്റെ ടീസർ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഏറ്റവും മികച്ചൊരു ടീസർ തന്നെയായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിക്രമും കൽക്കിയും അതുപോലെ തന്നെ പത്താനൊക്കെ പോലത്തെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു ആക്ഷൻ മൂവി, അത് നമ്മുടെ മോളിവുഡിൽ അത്തരത്തിൻ്റെ ഒരു കുറവുണ്ട് എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും. അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ്ലി നികത്താൻ പറ്റുന്ന ഒരു സാധനം തന്നെയായിരിക്കും വരുന്നത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എമ്പുരാൻ്റെ ഒരു വലിപ്പം എല്ലാ ആൾക്കാരും അറിയും എന്തായാലും 26 ഇതിന് പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം, മലയാള സിനിമയുടെ മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എത്രയാണോ അതിൻ്റെ മുകളിൽ അടിച്ചിരിക്കും. 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും വലിയ സിനിമയായിരിക്കും വരാൻ പോകുന്നത്. എന്തെന്നാലും ഇതിൻ്റെ ടീസർ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു മികച്ച ടീസറാവും തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെന്നാലും എമ്പുരാൻ്റെ നിങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ നിങ്ങളും പങ്കുവയ്ക്കുക.